ഇത് 1989 ഒരു സംഭവമാണ്. ബോളിവുഡ് താരങ്ങളായ വിനോദ് ഖന്ന, അംജദ് ഖാൻ, ഡിംപിൾ കപാഡിയ എന്നിവർ ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു. ആ സിനിമ ഒരു ഡ്രാമ മിസ്റ്ററി കലർന്ന ഒരു ഭൂതത്തെക്കുറിച്ചുള്ള കഥയായിരുന്നു. സിനിമയുടെ കഥയിൽ ഒരു സ്ത്രീയുടെ ആത്മാവ് ഒരു കൊട്ടാരത്തിൽ അലഞ്ഞു തിരിയുകയും മോചനം തേടുകയും ചെയ്യുന്ന ഒരു സംഭവം. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ജയ്പൂർ നഗരത്തിലെ ഒരു കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. ഒരു ദിവസം സാധാരണ പോലെ ഷൂട്ടിംഗ് നടന്നു. വൈകുന്നേരമായപ്പോൾ ഷൂട്ടിംഗ് അവസാനിച്ചു. എല്ലാവരും പാക്കപ്പ് ചെയ്ത് തിരിച്ചുപോയി. സൂര്യൻ അസ്തമിച്ചു. രാത്രിയായി. ആ രാത്രി ഡിംപിൾ കപാഡിയ തന്റെ മുറിയിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി അവർക്ക് ഒരു സ്ത്രീ തന്റെ കിടക്കയിൽ ഇരിക്കുന്നത് പോലെ തോന്നി. ഡിംപിൾ കപാഡിയ പറയുന്നത് പ്രകാരം അവർ ആ സ്ത്രീയുമായി കുറച്ചു സമയം സംസാരിക്കുകയും ചെയ്തു. എന്നാൽ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു വിചിത്ര അനുഭവം ഉണ്ടായി. ആ സ്ത്രീ ഒരു സാധാരണ മനുഷ്യയല്ല, ഒരു പക്ഷേ ഒരാത്മാവായിരിക്കാമെന്ന തോന്നൽ. ഇത് വെറും ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിലുള്ള കഥകൾ ലോകത്തിലെ പല ഭാഗങ്ങളിലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ചിലർ പറയുന്നു അവർ ഭൂതങ്ങളെ കണ്ടതായി, ചിലർ പറയുന്നു അവർ ആത്മാക്കളുമായി സംസാരിച്ചതായി. പല ആളുകളും അവരുടെ ജീവിതത്തിൽ പാരനോർമൽ അനുഭവങ്ങൾ ഉണ്ടായതായി അവകാശപ്പെടുന്നു. ഈ വിഷയത്തെ ആസ്പദമാക്കി നിരവധി സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദ കോൺചറിംഗ്, ദ എക്സോസിസ്റ്റ്, ദ എക്സോസിസം ഓഫ് എമിലി റോസ് തുടങ്ങിയ സിനിമകൾ. ഈ സിനിമകളിൽ പലപ്പോഴും ഇൻസ്പയർഡ് ബൈ റിയൽ ഇവന്റ്സ് എന്ന് എഴുതിയിരിക്കുന്നതായും കാണാറുണ്ട്. അതുപോലെ തന്നെ നിരവധി ടെലിവിഷൻ പരിപാടികളുമുണ്ട്. ഉദാഹരണത്തിന് ഗോസ്റ്റ് ഹണ്ടേഴ്സ് പോലുള്ള ഷോകളിൽ ആളുകൾ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭൂതങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായും കാണുന്നു. വലിയ ടെക്നോളജീസ് ഉപയോഗിച്ച് ചിലർ ഒരു സ്ഥലത്ത് ഭൂതങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതായും കാണാം. ഇതിനു പുറമെ ചിലർ യൂട്യൂബിൽ പോലും മരിച്ചവരുടെ ആത്മാക്കളുമായി സംസാരിക്കുന്നുവെന്ന് പറയുന്ന വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കൻ പാരനോർമൽ ഗവേഷകൻ സ്റ്റീവ് ഹഫ് ഒരിക്കൽ പറഞ്ഞിരുന്നു താൻ മരിച്ച് സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ആത്മാവുമായി സംസാരിച്ചതായി. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ കഥയുടെ പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്താണ്? ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതാണ് വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. ഇന്നും ചില സ്ഥലങ്ങളൊക്കെ ആളുകൾ ഒഴിവാക്കാറുണ്ട്. ഉദാഹരണത്തിന് ബംഗാർ ഫോർട്ട്. ഇവിടെ ഭൂതങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. നമ്മളും ഈ ഫോർട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിരുന്നു. അത്ഭുതകരമായതും വിശ്വസിക്കാൻ പ്രയാസമുള്ളതുമായ കഥകൾ നമ്മൾ പലപ്പോഴും കേൾക്കും. ആദ്യമായി നമുക്കൊരു പ്രശസ്ത സംഭവത്തെ കുറിച്ച് അറിയാം. 1800കളിൽ അമേരിക്കയിൽ 3 സഹോദരിമാർ വളരെ പ്രശസ്തരായിരുന്നു. ഇവരെ ഫോക്സ് സിസ്റ്റേഴ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഈ 3 സഹോദരിമാർക്കും ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയും എന്നായിരുന്നു. ആർക്കെങ്കിലും മരിച്ചവരുടെ ആത്മാവുമായി സംസാരിക്കണം എന്ന് തോന്നിയാൽ അവർ ഈ സഹോദരിമാരുടെ അടുത്തേക്ക് വരുമായിരുന്നു. ഈ സഹോദരിമാർ ആത്മാക്കളോട് ചോദ്യം ചോദിക്കും. മറുപടിയായി മുറികളിലെ മതിലുകളിൽ നിന്നും മുട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കുമെന്നും അവർ പറയുന്നു. ചിലപ്പോൾ ശൂന്യമായ കാർഡുകളിൽ പോലും മെസ്സേജസ്, സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി അവർ കാണിക്കുമായിരുന്നു. ഇങ്ങനെ ആത്മാക്കളുമായി സംസാരിക്കുന്ന സെഷനുകൾ അന്നത്തെ അമേരിക്കയിൽ വളരെ പ്രശസ്തമായി. ഈ 3 സഹോദരിമാർ അതിലൂടെ വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ ഒരിക്കൽ ഒരു വലിയ സംഭവം നടന്നു. അവരിൽ ഒരാളുടെ ഭർത്താവ് മരിച്ചു. ആ ഭർത്താവ് വലിയൊരു കടുത്ത മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയോട് പലപ്പോഴും പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളെല്ലാം നിർത്തണം, ആത്മാക്കളുമായി സംസാരിക്കുന്നത് നിർത്തൂ എന്ന്. ഭർത്താവിന്റെ മരണശേഷം ആ സ്ത്രീ ഡിപ്രഷനിലായി. മദ്യപാനം തുടങ്ങുകയും മറ്റ് 2 സഹോദരിമാരുമായി തർക്കമുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഒരു ദിവസം ആ സഹോദരി പൊതുവേദിയിൽ വെച്ചൊരു വലിയ സത്യം വെളിപ്പെടുത്തി. വർഷങ്ങളായി അവർ ആളുകളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് സമ്മതിച്ചു. അവർ യഥാർത്ഥത്തിൽ ആത്മാക്കളുമായി സംസാരിക്കുന്നില്ല, ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചാണ് അവർ ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നത്. ഉദാഹരണത്തിന് ഒരു ആപ്പിളിനെ നൂലിൽ കെട്ടി ഒളിപ്പിച്ച് താഴെ വീഴുന്ന ശബ്ദമുണ്ടാക്കും, അല്ലെങ്കിൽ സ്വന്തം കാലുകൾ കൊണ്ട് ഒളിഞ്ഞ് ശബ്ദമുണ്ടാക്കും. അത് മതിലിൽ നിന്ന് വരുന്ന ശബ്ദമാണെന്ന് ആളുകൾക്ക് തോന്നുന്ന രീതിയിൽ കാണിക്കുന്നു. ഇതുപോലുള്ള ചെറിയ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ സഹോദരിമാരിൽ ഒരാൾ പിന്നീട് പറഞ്ഞു, ആളുകൾ വളരെ ഇമോഷണൽ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഭ്രമത്തിൽപ്പെടാൻ സാധിച്ചുവെന്ന്. അവർക്ക് ശരിക്കും ആത്മാക്കൾ തങ്ങളെ തൊടുന്നു എന്ന് പോലും തോന്നി തുടങ്ങിയിരുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശസ്ത കഥയാണ് അമിറ്റിവിൽ ഹൗസ്.
ഈ ഒരു ഹോണ്ടഡ് ഹൗസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂയോർക്കിലെ ഒരു വീട്ടിലായിരുന്നു സംഭവിച്ചത്. അവിടെ റൊണാൾഡ് ഡിഫിയോ എന്ന ഒരാൾ തന്റെ മുഴുവൻ കുടുംബത്തെയും കൊലപ്പെടുത്തി. പിന്നീട് അവനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവൻ പറഞ്ഞത് തനിക്ക് വീട്ടിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ആ ഭയങ്കര ശബ്ദങ്ങൾ തന്നെയാണ് തന്നെ ഈ കൊലപാതകം ചെയ്യാൻ പറഞ്ഞതെന്നും അവൻ പറഞ്ഞു. അതിനുശേഷം മറ്റൊരു കുടുംബം ആ വീട്ടിൽ താമസിക്കാനെത്തി. അത് ജോർജ് കാത്തി ദമ്പതികളുടെ കുടുംബമായിരുന്നു. അവർ പറഞ്ഞത് അവർക്കും ആ വീട്ടിൽ അതേ ശബ്ദം കേൾക്കാൻ തുടങ്ങിയെന്ന്, ഭീകരമായ ദൃശ്യങ്ങൾ കാണാൻ തുടങ്ങി. വീട്ടിൽ പലതരത്തിലുള്ള പാരനോർമൽ സംഭവങ്ങൾ നടക്കുന്നതായും അവർ പറഞ്ഞു. അവസാനം അവർ ഭയന്ന് ആ വീട് വിട്ട് ഓടിപ്പോവുകയും ചെയ്തു. പക്ഷേ കഥയുടെ യഥാർത്ഥ സത്യം എന്തായിരുന്നു? പിന്നീട് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് ഇതെല്ലാം ഒരു വലിയ കള്ളക്കഥയായിരുന്നു. ആദ്യത്തെ കൊലപാതകം നടത്തിയ ആളായ റൊണാൾഡോ ഡിഫിയോ തന്റെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനൊരു കഥ കെട്ടിച്ചമച്ചതായിരുന്നു. അതിനുശേഷം ആ വീട്ടിൽ താമസിച്ച കുടുംബം പോലും സത്യം പറഞ്ഞില്ല. അവർക്ക് തോന്നിയത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞാൽ അവർക്ക് നല്ല പണം സമ്പാദിക്കാൻ കഴിയുമെന്ന്. ബുക്ക് ഡീലുകളും സിനിമാ ഡീലുകളും ഒക്കെ ലഭിക്കുമെന്ന് അവർ കരുതി. എന്തിന്? ഇന്ത്യയിലും ഇതിന് സമാനമായ ഒരു സംഭവം അടുത്തിടെ വന്നിരുന്നു. അമേരിക്കൻ പാരനോർമൽ ഗവേഷകനായ സ്റ്റീവ് ഹഫ് ഒരിക്കൽ പറഞ്ഞു താൻ മരിച്ച് സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ആത്മാവുമായി സംസാരിച്ചുവെന്ന്. അവൻ ആത്മാവുമായി സംസാരിച്ചതായി പറഞ്ഞ ആ ഒരു സംഭാഷണം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിരുന്നു. ആ സമയത്ത് സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ മരണത്തെക്കുറിച്ച് ആളുകൾ വളരെ ഇമോഷണൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ആ വീഡിയോ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഇത് പല ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ആത്മാവുമായി സ്റ്റീവ് സംസാരിച്ചുവെന്ന് പറയുന്ന കാര്യങ്ങളും അദ്ദേഹം കണ്ടെത്തിയതായി പറയുന്ന കുറെ സത്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് കമന്റ് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. പക്ഷേ പിന്നീട് ഒരു സത്യം പുറത്തു വന്നു. ഒരു ഇൻസ്റ്റഗ്രാം യൂസർ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. സ്റ്റീവ് ഉപയോഗിച്ച ആ ഒരു ഓഡിയോ അത് സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ഒരു പഴയ ഇന്റർവ്യൂവിൽ നിന്നെടുത്തതാണ്. അത് സുശാന്ത് നൽകിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഫിലിം ക്രിട്ടിക് അനുപമ ചോപ്രയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ നിന്നുള്ള ഓഡിയോ ക്ലിപ്പുകൾ എടുത്ത് മാറ്റി എഡിറ്റ് ചെയ്തു. പിന്നീട് അതിങ്ങനെ അവതരിപ്പിച്ചു. സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ആത്മാവും താൻ സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹം അതിനെ എഡിറ്റ് ചെയ്തുവെന്ന് ഉൾപ്പെടുത്തി. അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നറിയാമോ? ഈ കള്ളക്കഥ പുറത്തു വന്നതിന് ശേഷം പോലും വളരെ കുറച്ച് ന്യൂസ് ചാനൽസ് മാത്രമാണ് ഈ സത്യം റിപ്പോർട്ട് ചെയ്തത്. കാരണം TRP ലഭിക്കുന്നത് ആളുകളുടെ അന്ധവിശ്വാസം വളർത്തിയാലാണ്. സയൻസ്, ലോജിക് എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ TRP കിട്ടില്ല, അത്ര ശ്രദ്ധ ലഭിക്കാറില്ല. ശരി, ഇനി കാര്യത്തിലേക്ക് വരാം. സ്പഷ്ടമായ കള്ളം പറയുന്ന ഇത്തരം കേസുകൾ മാറ്റിവെക്കാം. എന്നിട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ആളുകൾ സത്യം എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? റിയൽ ഈവൻസ് ഇൻസ്പയർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമകൾ വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2017 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് വെറോണിക്ക. ഈ സിനിമയുടെ കഥയിൽ പറയുന്നത് ഒരു സൂര്യഗ്രഹണ ദിവസത്തിൽ വെറോണിക്ക എന്ന പെൺകുട്ടിയും അവളുടെ സുഹൃത്തുക്കളും സ്കൂളിന്റെ ബേസ്മെന്റിലേക്ക് പോകുന്നു. അവർ ഒരു ഓജോ ബോർഡ് ഉപയോഗിച്ച് വെറോണിക്കയുടെ മരിച്ച അച്ഛനെയും മരിച്ച ബോയ് ഫ്രണ്ടിനെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു നൺ വന്ന് ആ റിച്വൽ തടസ്സപ്പെടുത്തുന്നു. ഓജോ ബോർഡ് തകർന്നു പോകുന്നു. അതിനുശേഷം ഒരു ഡീമൺ വെറോണിക്കയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവൾ പൊസസ്ഡ് ആയി മാറുന്നു. ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വാചകം എഴുതിയിട്ടുണ്ട്, ഇൻസ്പയർഡ് ബൈ റിയൽ ഈവൻസ്. അപ്പോൾ ചോദ്യം വീണ്ടും അതുതന്നെയാണ്, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ? യഥാർത്ഥ കഥയിലുള്ള പെൺകുട്ടിയുടെ പേര് സ്റ്റെഫാനി ആയിരുന്നു. ഈ കേസ് അത്രയും ശ്രദ്ധ നേടിയത് കൊണ്ടാണ് പോലീസ് റിപ്പോർട്ടിൽ പോലും ഒരു കുറിപ്പുണ്ടായിരുന്നു, ആ വീട്ടിൽ ചില അസാധാരണ സംഭവങ്ങൾ നടന്നതായി. ഇത്തരം സിനിമകൾ കാണുമ്പോൾ നമുക്കും ഒരു തോന്നലുണ്ടാകും, ഇത്രയൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോ ഇതിലെ കുറച്ചെങ്കിലും സത്യമായിരിക്കാമെന്ന്. എല്ലാം അങ്ങനെ തെറ്റായിരിക്കില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകും. പ്രത്യേകിച്ച് റിയൽ ഈവൻസ് ഇൻസ്പയർഡ് എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യമാണ് പലരും ശ്രദ്ധിക്കാത്തത്. ബേസ്ഡ് ഓൺ ട്രൂ ഈവൻസ് എന്നതും ഇൻസ്പയർഡ് ബൈ ട്രൂ ഈവൻസ് എന്നതും രണ്ടും വ്യത്യസ്തമായ കാര്യമാണ്. ഈ സിനിമയിലെ ഡയറക്ടറോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ അതൊരു കഥയായി മാറുന്നു. വാർത്തകളിൽ പോലും ഒരേ സംഭവത്തെ വിവിധ ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥ സംഭവത്തിൽ നിന്നും കുറച്ച് മാറി കഥ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ കഥയും സിനിമയിൽ കാണിച്ച കഥയും തമ്മിൽ വലിയ വ്യത്യാസമുള്ളത്. ഉദാഹരണത്തിന്, യഥാർത്ഥ കഥയിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ സിനിമയിൽ കാണിക്കുന്നത് വെറോണിക്ക 3 ദിവസത്തിനുള്ളിൽ മരിക്കുന്നതായി. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ എസ്റ്റഫാനി എന്ന പെൺകുട്ടി കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് മരിച്ചത്. അവൾക്ക് പലതവണ സീഷർ ഉണ്ടായതിനു ശേഷമാണ് മരണം സംഭവിച്ചത്. മറ്റൊരു സാധ്യതയും ഉണ്ടായിരുന്നു, എസ്റ്റഫാനിക്ക് ഒരു സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ടായിരുന്നു.
പക്ഷെ അത് ഡോക്ടർമാർക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അവരൊരു ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചത്. അതും 1990-കളിൽ. അന്നത്തെ കാലത്തെ മെഡിക്കൽ സൗകര്യം വളരെ പരിമിതമായിരുന്നു. ആ കാലത്ത് ടെക്നോളജി ഇന്നത്തെ പോലെ അത്ര പുരോഗമിച്ചിട്ടില്ല. അവസാനം എസ്റ്റഫാനിയ മരിച്ചതിനു ശേഷം അവളുടെ മാതാപിതാക്കൾ പോലും ഒരു കാര്യം പറഞ്ഞു. അവർക്ക് ചുറ്റും ചില പാരനോർമൽ സംഭവങ്ങൾ നടക്കുന്നതായി അവർക്ക് തോന്നിയിരുന്നുവെന്ന്. അവർക്കും പലപ്പോഴും അവരുടെ മകളുടെ നിലവിളി കേൾക്കുന്നത് പോലെ തോന്നുമായിരുന്നു. പക്ഷെ പിന്നീട് അവളുടെ അമ്മയ്ക്ക് ഒരു സൈക്കോളജിക്കൽ പരിശോധന നടത്തിയപ്പോൾ ഒരു പ്രധാന കാര്യം കണ്ടെത്തി. അവൾക്ക് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, ആൻസൈറ്റി കൂടാതെ അറ്റൻഷൻ നേടാനുള്ള ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കേസിനെ കുറിച്ച് ഇത്ര വിശദമായി പറയുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ഇത്തരം കേസുകളിൽ നമ്മൾ സാധാരണയായി കേൾക്കുന്ന കഥകൾ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് പല ഹൊറർ സിനിമകൾക്കും പ്രചോദനമായിട്ടുള്ള സാധാരണ രീതിയിലുള്ളൊരു കേസ്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ശരി, ഒരു കുടുംബത്തിലെ ഒരാൾക്കൊരു സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടായിരിക്കാം, കുടുംബവും അതേ രീതിയിൽ പെരുമാറി, ഞങ്ങൾ പാരനോർമൽ കാര്യങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞാലോ? അപ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കും എന്ന് ചോദിക്കാം. അത്തരം കേസുകൾക്ക് സയൻസിൽ ഒരു വിശദീകരണമുണ്ട്. അത് മാസ് സൈക്കോളജിക്കൽ ഇൽനെസ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നും അറിയപ്പെടുന്നു. ഇത് തന്നെയാണ് നമ്മൾ പ്രശസ്തമായ ബുറാരി ഡെത്ത് കേസിലും കണ്ടത്. ഡൽഹിയിൽ നടന്ന ഈ കേസിൽ ഒരു കുടുംബത്തിലെ 11 പേർ ഒരേ സമയം ആത്മഹത്യ ചെയ്തു. ഇതേ സംഭവം തന്നെയാണ് മങ്കി മാൻ എന്ന ഒരു സംഭവത്തിൽ നടന്നത്. മങ്കി മാനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതുപോലും ഒരു മാസ് സൈക്കോളജിക്കൽ ഫിനോമിനയായിരുന്നു. ഇപ്പോൾ മറ്റൊരു വിചിത്ര സംഭവത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഓസ്ട്രേലിയയിൽ ഒരു കുടുംബത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. 5 പേരടങ്ങുന്ന ഒരു കുടുംബം ഒരിക്കലും ഒരു റോഡ് ട്രിപ്പ് പോയി. അന്നും എല്ലാവർക്കും ഒരു പാരനോർമൽ അനുഭവം തോന്നി. ആരോ തങ്ങളെ കൊല്ലാൻ വരികയാണെന്ന് അവർ വിശ്വസിച്ചു. തുടർന്ന് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, ഒരാൾ പിന്നെ ഒരാൾ, ഇങ്ങനെ ഓരോരുത്തരും വേർപിരിഞ്ഞു പോയി. പിന്നെ എല്ലാവരും കാണാതെയായി. ഇതിനെക്കുറിച്ച് വിദഗ്ധർ പറഞ്ഞത് ഇത് ഷെയർഡ് ഡെലൂഷണൽ ഡിസോർഡർ എന്നൊരു മാനസിക അവസ്ഥയായിരിക്കാം എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരേ കുടുംബത്തിൽ വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരാളുടെ ഭ്രമം മറ്റുള്ളവൻ വിശ്വസിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരാളുടെ ഡെലൂഷൻ മറ്റൊരാൾ ശക്തിപ്പെടുത്തും. ഇപ്പോൾ വിചിത്രമായ മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഇത് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. അത് ഓജോ ബോർഡാണ്. ഇത് നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ദ എക്സോസിസ്റ്റ്, പാരനോർമൽ ആക്ടിവിറ്റി, ദി കോൺചറിങ് 2. ഇന്ത്യൻ സിനിമകളിലും വെബ് സീരീസിലും പോലും ഇത് കാണിച്ചിട്ടുണ്ട്. സാധാരണയായി പറയുന്നത് ഇത് ആത്മാക്കളുമായി സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്നാണ്. ഈ ബോർഡിൽ അക്ഷരങ്ങളും നമ്പറുകളും എഴുതിയിരിക്കും. കൂടാതെ എസ് എന്നും നോ എന്നും എഴുതിയിരിക്കും. അതിന് മുകളിൽ ഒരു ചെറിയ ത്രികോണ മാതൃകയിലുള്ള സൂചികയുണ്ടാകും. അതിനെ പ്ലാൻചിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ ആളുകൾ സാധാരണ എന്ത് ചെയ്യുമെന്നറിയണ്ടേ? ഒരു ഇരുണ്ട സ്ഥലത്തിരിക്കും, ചില മെഴുകുതിരികൾ കത്തിക്കും, പിന്നീട് കണ്ണുകൾ അടച്ച് ആത്മാവിനെ വിളിക്കും. ഇവിടെ ഏതെങ്കിലും ആത്മാവുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കൂ എന്ന് അപേക്ഷിക്കും. പിന്നീട് എല്ലാവരും അവരുടെ വിരലുകൾ ആ ചെറിയ പ്ലാൻചെറ്റ് എന്ന സൂചികയുടെ മുകളിൽ വയ്ക്കും. അതിനുശേഷം ആത്മാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കും. ആത്മാവ് എസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി നൽകുമെന്നവർ വിശ്വസിക്കുന്നു. പലപ്പോഴും ആളുകൾക്ക് അവരുടെ കൈ എസ് അല്ലെങ്കിൽ നോ എന്ന ഭാഗത്തേക്ക് നീങ്ങുന്നതായി തോന്നും. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. പലർക്കും തോന്നുന്നത് ആളുകൾ മനഃപൂർവ്വം അവരുടെ കൈ നീക്കുന്നു എന്നാണ്. ചിലർ തമാശയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ടാകും. പക്ഷെ സത്യത്തിൽ പലർക്കും അവരുടെ സ്വന്തം കൈ നീങ്ങുന്നതായി പോലും തോന്നാറില്ല. എങ്കിലും അവരുടെ കൈ സ്വയം നീങ്ങുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് അവരുടെ കൈ സ്വയം നീങ്ങുന്നത് പോലെ തോന്നുന്നത്? അതിന് പിന്നിൽ വളരെ രസകരമായൊരു സൈക്കോളജിക്കൽ കാരണമുണ്ട്. സ്പിരിറ്റ്സ്, നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുമോ? നിങ്ങൾ ഇവിടെയുണ്ടോ? അങ്ങനെ ഞങ്ങളോട് സംസാരിക്കൂ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലർക്ക് തോന്നും ആത്മാവ് മുകളിൽ നിന്ന് അവരുടെ കൈ പിടിച്ച് നീക്കുകയാണെന്ന്, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ആത്മാവുമായി സംസാരിക്കുകയാണെന്ന്. പക്ഷേ ഇത് ശരിക്കും എങ്ങനെ സാധ്യമാകും? ഇതിന് പിന്നിൽ ഒരു സയന്റിഫിക് ഫിനോമിനയുണ്ട്. ഇതിനെ ഇഡിയോമോട്ടർ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇഡിയോമോട്ടർ എഫക്റ്റ് എന്നത് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരം ചെറിയ ചെറിയ ചലനങ്ങൾ ചെയ്യുന്നത്. നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മുടെ ശരീരം സ്വയം അത് ചെയ്യുന്നു. പെട്ടെന്നൊരു ഞെട്ടൽ പോലെ ശരീരം ചലിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരും. ഈ സംഭവത്തെ ഹിപ്നിക് ജെർക്ക് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരം അറിയാതെ പെട്ടെന്ന് ചലിക്കുന്നതാണ്. ശരീരം താഴെ വീഴുന്നു എന്ന് മസ്തിഷ്കം തെറ്റായി കരുതുമ്പോൾ ഒരു ഞെട്ടൽ പോലെ മൂവ്മെന്റ് ഉണ്ടാകും. ഇപ്പോൾ ഈ ഹിപ്നിക് ജെർക്കും ഇഡിയോമോട്ടർ എഫക്റ്റും ഒരേ കാര്യമല്ല, പക്ഷേ രണ്ടും കുറച്ചൊക്കെ സമാനമാണ്. വ്യത്യാസം എന്താണെന്നറിയണ്ടേ? ഹിപ്നിക് ജെർക്ക് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്നു, പക്ഷേ ഈ ഇഡിയോമോട്ടർ എഫക്റ്റ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഓജോ ബോർഡ് ഉപയോഗിക്കുമ്പോൾ
ആളുകളുടെ കൈ സ്വയം എസ് അല്ലെങ്കിൽ നോ എന്ന ഭാഗത്തേക്ക് നീങ്ങുന്നത് പോലെ തോന്നും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിന് സിഗ്നൽ അയക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും എൻ്റെ കൈ ഞാൻ നീക്കിയിട്ടില്ല, അത് സ്വയം നീങ്ങുകയാണെന്ന്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാം. ഒരു ചെറിയ പെൻഡുലം എടുക്കുക. പെൻഡുലം അല്ലെങ്കിൽ ഒരു ചെറിയ വസ്തു നൂലിൽ കെട്ടിയാൽ മതി. ഉദാഹരണത്തിന് ഒരു റിംഗ് അല്ലെങ്കിൽ ഒരു ബട്ടൺ. അതിനെ നൂലിൽ കെട്ടി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ അത് സ്വാഭാവികമായും അനങ്ങാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിക്കുക, ഇത് ക്ലോക്ക് വൈസായി തിരിയണമെന്ന്. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ കാണാം അത് അതേ ദിശയിൽ തന്നെ തിരിയും. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും ഇത് ആൻറ്റി ക്ലോക്ക് വൈസായി തിരിയണമെന്ന്. അപ്പോൾ അത് ആ ദിശയിലേക്ക് തിരിയാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയണ്ടേ? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസായി കൈ നീക്കിയതല്ല, പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ അറിഞ്ഞുകൂടാതെ ചെറിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കും. അതാണ് ഇഡിയോമോട്ടർ എഫക്റ്റ്. അതുകൊണ്ടാണ് ചിലർ ഓജോ ബോർഡ് ഉപയോഗിക്കുമ്പോൾ ആത്മാവുമായി സംസാരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു താങ്കൾ ഒരു ആത്മാവുമായി സംസാരിക്കുകയാണെന്ന്. കാരണം അവരുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ഓർമ്മകളും ചിത്രങ്ങളും ഉണ്ടാകും. അവർ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ആ ഓർമ്മകളെ അടിസ്ഥാനമാക്കി മറുപടി സൃഷ്ടിക്കും. പിന്നീട് അവരുടെ ശരീരം അറിഞ്ഞുകൂടാതെ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ ചെയ്യും. ഇതിനെക്കുറിച്ച് നിരവധി സയൻറ്റിഫിക് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെ ഒരു ലളിതമായ പരീക്ഷണമാണ് ബ്ലൈൻഡ് ഫോൾഡ് ടെസ്റ്റ്. പങ്കെടുക്കുന്ന ആളുകളുടെ കണ്ണുകൾ കെട്ടി ഓജോ ബോർഡ് ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ആത്മാവാണ് പോയിന്റർ നീക്കുന്നതെങ്കിൽ കണ്ണുകൾ കെട്ടിയാലും അത് ശരിയായ ഉത്തരത്തിലേക്ക് പോകണം. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? പോയിന്റർ പലപ്പോഴും ശരിയല്ലാത്ത ദിശയിലേക്കായിരിക്കും പോവുക. കാരണം ഈ ആളുകൾക്ക് കണ്ണ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് എസ് എവിടെയാണ് നോ എവിടെയാണുള്ളതെന്ന് കാണുകയില്ല. അതുകൊണ്ട് പോയിന്റർ എവിടെയെങ്കിലുമൊക്കെ പോകും. അതേ ഇഡിയോമോട്ടർ എഫക്റ്റ് നമുക്ക് മറ്റു കേസുകളിലും കാണാം. ചിലർ പറയുന്നത് ഒരാത്മാവ് എൻ്റെ ശരീരത്തിൽ കയറി ഞാൻ പൊസസ്ഡ് ആയി എന്ന്. എല്ലാ കേസുകളിലും ആളുകൾ കള്ളം പറയണമെന്നില്ല. പക്ഷെ പലപ്പോഴും അവരുടെ ശരീരം അറിഞ്ഞുകൂടാതെ ചലിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് എൻ്റെ ശരീരം എൻ്റെ നിയന്ത്രണത്തിലല്ല. ഇതെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ഒരു കളിയാണ്. ചിലർ പറയാറുണ്ട് അവർക്ക് ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിൻ്റെ കഴിവുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ആത്മാവുമായി സംസാരിക്കുമ്പോൾ അവരുടെ കൈ സ്വയം എഴുതാൻ തുടങ്ങും. പല കേസുകളിലും ആളുകൾ കള്ളം പറയുന്നുണ്ടാകാം. പക്ഷെ സത്യമായി വിശ്വസിക്കുന്ന ചിലരിൽ ഇതും ഒരു ഇഡിയോമോട്ടർ എഫക്റ്റിൻ്റെ ഫലമാണ്. ഇനി ഇതെല്ലാം ഒരു വശത്ത് മാറ്റിവെച്ചാലും മറ്റൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഈ ഭൂതത്തെ കണ്ടെത്തുന്ന ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അക്കാര്യത്തിൽ എന്താണ് സത്യമെന്ന്? അവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഉപകരണം ഇൻഫ്രാറെഡ് ക്യാമറയാണ്. ഈ ക്യാമറ തെർമൽ പാറ്റേൺസ് ആണ് പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ചിത്രങ്ങൾ നെഗറ്റീവ് ഫോട്ടോ പോലെ കാണുന്നു. ഇവിടെ പലരും കരുതുന്നത് അത് ഭൂതത്തിൻ്റെ രൂപമാണ് എന്ന്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപയോഗിക്കുന്ന ക്യാമറകൾ താപനിലയിലെ മാറ്റങ്ങൾ വളരെ വ്യക്തമായി കാണിക്കും. ഒരു ലളിതമായ ഉദാഹരണം ഒന്ന് ചിന്തിക്കുക. നിങ്ങളൊരു കസേരയിൽ കുറച്ചു നേരം ഇരുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ചെറിയ തോതിൽ കസേരയിലേക്ക് പോകും. പിന്നീട് നിങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയാൽ പോലും ആ ഭാഗത്ത് കുറച്ച് സമയത്തേക്ക് ആ ചൂട് നിലനിൽക്കും. ഇപ്പോൾ അതേ സ്ഥലം ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ നോക്കിയാൽ എന്തായിരിക്കും കാണുക? അവിടെ ഇപ്പോഴും ആരോ ഇരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? അവിടെ ഇപ്പോഴും കുറച്ച് ചൂട് മാത്രമാണുള്ളത്. ഇതിന് മറ്റൊരു രസകരമായ ഉദാഹരണം കൂടെ ഉണ്ട്. നിങ്ങൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ശേഷം നിങ്ങളുടെ കാല് നനഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിലത്ത് നടക്കുമ്പോൾ നിങ്ങളുടെ പാദത്തിൻ്റെ അടയാളം അവിടെ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ നോക്കുമ്പോൾ എന്തായിരിക്കും കാണുക? അവിടെ ഒരു ഭൂതം നടന്നുപോയി എന്നതുപോലെ തോന്നും. കാരണം നിങ്ങളുടെ കാലിൻ്റെ താപനില നിലത്തിൻ്റെ താപനിലയിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭ്രമങ്ങൾ ഉണ്ടാകുന്നത്. കൂടാതെ ഗോസ്റ്റ് ഹണ്ടേഴ്സ് പലപ്പോഴും മറ്റൊരു ഉപകരണം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അളക്കാനുള്ള EMF മീറ്റർ എന്നാണ് പറയുന്നത്. ഈ മീറ്റർ ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അളക്കും. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ, ഒരു 2-way റേഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം സമീപത്തുണ്ടെങ്കിൽ ഈ മീറ്റർ ഉടൻ തന്നെ റീഡിംഗ് കാണിക്കും. ഒരു കമ്പ്യൂട്ടർ മൗസ് അല്ലെങ്കിൽ ഒരു ക്യാമറ ബാറ്ററി പാക്ക് പോലുള്ള ചെറിയ ഉപകരണങ്ങൾ പോലും ഈ മീറ്ററിൽ റീഡിംഗ് ഉണ്ടാക്കാം. പക്ഷേ ചില ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഇതിനെ എന്തായി കാണിക്കുന്നു? ഇവിടെ ഭൂതത്തിൻ്റെ എനർജി ഡിറ്റക്റ്റായി എന്നാണ് പറയുന്നത്. ഇതിനു പുറമെ അവർ പലപ്പോഴും മോട്ടോർ സെൻസേഴ്സ് ലൈറ്റ് ഉപയോഗിക്കും. പഴയ ഒരു കെട്ടിടത്തിൽ ഒരു എലി ഓടിയാൽ പോലും ആ മോഷൻ സെൻസർ ലൈറ്റ് ഓൺ ആകും. പക്ഷെ അവർ പറയുന്നത് കണ്ടോ ഇവിടെ ഭൂതം വന്നിരിക്കുന്നു എന്ന്. ഇങ്ങനെ പല ടെക്നിക്കൽ കാര്യങ്ങളും തെറ്റായി അവതരിപ്പിച്ച് TV-യിൽ അതൊരു വലിയ രഹസ്യമായി തന്നെ കാണിക്കും.
ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇതുപോലുള്ള ഷോസ് ഉണ്ട്. ഈ ഷോസിലൊക്കെ സാധാരണ വരുന്ന ഡയലോഗ് എന്തെന്നറിയണ്ടേ? നൂറ്റാണ്ടുകൾ കടന്നു പോകുന്നു, പക്ഷെ ചില ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം ഇല്ല എന്ന്. പക്ഷെ സത്യത്തിൽ കാര്യം എന്തെന്നറിയണ്ടേ? ടി വിയിൽ ഭൂതങ്ങളെ കാണിച്ചാൽ TRP കൂടും, സിനിമയിൽ ഭൂതങ്ങളെ കാണിച്ചാൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടും. ഇപ്പോൾ യൂട്യൂബിൽ പോലും പലരും ഭൂതകഥകളൊക്കെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് എൻ്റർടൈൻമെൻറ്റായി ചെയ്യുന്നത് തെറ്റല്ല. ഹൊറർ സിനിമകൾ കാണാൻ എനിക്കും ഇഷ്ടമാണ്. അത് കാണുമ്പോൾ ഒരു ത്രില്ല് കിട്ടും, ഭയത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകും. പക്ഷെ ഒരു സിനിമയോ TV ഷോയോ യൂട്യൂബ് വീഡിയോ ഇതിലൊക്കെ 100% ഇത് യഥാർത്ഥ ഭൂതമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യമായിരിക്കണം എന്നില്ല. ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ആളുകളെ വഞ്ചിക്കുന്നത്, അന്ധവിശ്വാസം വളർത്തുക അല്ലെങ്കിൽ തെറ്റായ വിശ്വാസം സൃഷ്ടിക്കുക, ഇതൊക്കെ തെറ്റായ കാര്യമാണ്. ഇപ്പോൾ വീഡിയോയിലെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഈ ടിംപിൾ കപ്പാഡിയ പറഞ്ഞ ആ ഒരു ഭൂതാനുഭവം അതെന്തെന്നറിയണ്ടേ? യഥാർത്ഥത്തിൽ ആ സിനിമയിൽ ഭൂതത്തിൻ്റെ കഥാപാത്രം അഭിനയിച്ചിരുന്നത് ടിംപിൾ ആയിരുന്നു. അവൾ മുഴുവൻ ദിവസവും ആ ഭൂത കഥാപാത്രമായി ഷൂട്ട് ചെയ്തു. അതിനുശേഷം അവൾ തനിക്കുണ്ടായ ഈ അനുഭവം പറഞ്ഞപ്പോൾ ആ രാജകുടുംബത്തിലെ പത്മിനി ദേവി എന്ന വ്യക്തി അവരോട് പറഞ്ഞു, നീ മുഴുവൻ ദിവസവും ഭൂതത്തിൻ്റെ കഥാപാത്രമായി അഭിനയിച്ചില്ലേ, അതുകൊണ്ടാകാം രാത്രിയിൽ നിനക്ക് അങ്ങനെ തോന്നിയത് എന്ന്. അതൊരു മാനസിക ഭ്രമം, ഒരു ഡെല്യൂഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഭൂതപ്രേത കഥകളൊക്കെ നമുക്ക് കേൾക്കാം, ചിരിക്കാം, രസിക്കാം, ഭയപ്പെടാം. പക്ഷേ അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് 100% സത്യം, യാഥാർത്ഥ്യം എന്നൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭൂതങ്ങളിലും പ്രേതങ്ങളിലും വിശ്വാസമുള്ളവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ ഹൊറർ, മിസ്റ്റീരിയസ്, ക്രൈം ഇവയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് മസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.